Hi everyone and welcome to day 5 of your Open English course. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് സെബാസ്റ്റ്യൻ. ഇന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതുമായിട്ട് ഒരു 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 ചെറിയ ഒരു കണക്ഷൻ ഉണ്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഗതികളായിട്ട്. കാരണം ഇവിടെ നമ്മൾ ഇസ് ആം ആർ അതിന്റെ ഉപയോഗം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകുന്നു. ആൻഡ് വി വിൽ ഓൾസോ ലുക്ക് അറ്റ് ഹൗ ടു ടോക്ക് അബൌട്ട് പീപ്പിൾ ആൻഡ് തിങ്സ്. ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെ തരം സെന്റൻസസ് ആണ് നമുക്ക് ഇതിന് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ബേസിക് ലെവലിൽ ഏറ്റവും നല്ല സെന്റൻസസ് എന്നുള്ളത്. ഇനി ഇന്ന് മുതൽ അങ്ങോട്ടുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് മലയാളത്തിന്റെ യൂസ് ഞാൻ എൻ്റെ ക്ലാസ്സസിൽ കുറച്ച് കൊണ്ടുവരും. ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ ലെസന്റെ ഫോക്കസ് ഇവിടെ അത് ഇംഗ്ലീഷിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ മലയാള തർജ്ജമ ഞാൻ അതിന്റെ സൈഡിൽ കൊടുത്തിട്ടില്ല. ഇനി ഇതിന്റെ മലയാള തർജ്ജമ നിങ്ങളുടെ നോട്ട്സിലും കാണില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോളൂ. പക്ഷെ നിങ്ങളുടെ നോട്ട്സിലും അത് ഞാൻ ഇനി അങ്ങോട്ട് ഉൾപ്പെടുത്തുന്നില്ല. കാരണം പതുക്കെ ഇനി നമ്മൾ മലയാളത്തിൽ, അതായത് ഇംഗ്ലീഷിന് വേണ്ടി മലയാളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത നമുക്ക് കുറച്ച് കൊണ്ടുവരണം. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് വി വിൽ ലേൺ ടുഡേ? യൂസ് ഓഫ് ഇസ്, ആം, ആർ ഇൻ എവറിഡേ സെന്റൻസസ്. അപ്പൊ ഈ മൂന്ന് വേർഡ്സ്, ഇത് ചില സമയത്ത് ഓക്സിലറി വേർബ്സ് ആണ്, ചില സമയത്ത് ഇത് മെയിൻ വേർബ്സ് ആയിട്ടും വരും. ഓക്കെ, അപ്പോ അത് എങ്ങനെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കോൺവെർസേഷൻസിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ടെക്നിക്കാലിറ്റി ബിഹൈൻഡ് ദീസ് സെന്റൻസസ്. ഇനി സബ്ജക്ട് വേർബ് മാച്ച് ചെയ്യണം എന്നാൽ നമ്മൾ അതിനെ ഗ്രാമർ എന്ന് നമ്മൾ പറയുന്നതുമില്ല. ബട്ട് അതിന്റെ യൂസ് ആണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ഏകവചനം, ബഹുവചനം, സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺസിന് മാത്രമല്ല, ഈവൻ വേർബ്സ് ഹാവ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അതായത് നമ്മുടെ ആക്ഷൻസ് ഉണ്ടല്ലോ, ദീസ് ആക്ഷൻ വേർഡ്സ് ഓൾസോ ഹാവ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. അപ്പൊ നമ്മൾ അതിന്റെ ഗ്രാമർ അല്ല നമ്മൾ നോക്കുന്നത്, ബേസിക്കലി നമ്മൾ അതിന്റെ ഉപയോഗം, അതിന്റെ യൂസ് ആണ് നോക്കുന്നത്. ബട്ട് നാച്ചുറലി അതിന്റെ ഉപയോഗം നമ്മൾ നോക്കുമ്പം വി വിൽ ഹാവ് ടു ടച്ച് അപ്പോൺ ഗ്രാമർ ഓൾസോ എന്നുള്ളതാണ്. Now we will also learn to talk about people, relationships, age and size. ആൾക്കാരെ കുറിച്ച്, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച്, നമ്മളെ പ്രായം എങ്ങനെ പറയാം, സൈസ് എങ്ങനെ പറയാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്. ആൻഡ് അഗെയിൻ എല്ലാ ദിവസത്തെയും നമ്മുടെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഇസ് ടു ബിൽഡ് ഫ്ലുവൻസി യൂസിങ് സിമ്പിൾ നാച്ചുറൽ എക്സ്പ്രഷൻസ് എന്നുള്ള. ഓക്കെ, സോ ആർ യു റെഡി? ലെറ്റ്സ് മൂവ് ഓൺ. നൗ let us see why these are important. അതായത് is, am, are ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷ് ലാംഗ്വേജില് വളരെ ചെറിയ വാക്കുകളാണിത്. ദീസ് ആർ വെരി ടൈനി സ്മോൾ വേർഡ്സ്. പക്ഷേ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദീസ് ആർ സം ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണിത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മിസ്റ്റേക്സ് നമ്മൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് വേർഡ്സ് ആണ് ഈ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ എല്ലാ സെന്റൻസസും ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഈ മൂന്ന് വേർഡ്സും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നൗ വെൻ യു വാണ്ട് ടു സേ ഹൂ സമ്മൺ ഇസ്, നമ്മുടെ കൂടെ ഒന്നുകിൽ ആരെങ്കിലും ഉണ്ട്, ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് പറയാൻ, ഹീ ഇസ് മൈ ഫ്രണ്ട്, ഷീ ഇസ് മൈ സിസ്റ്റർ. മനസ്സിലായില്ലേ? അതേപോലെ എന്താണ്, വാട്ട് ഇസ് സംതിങ് എന്നുള്ളത്, വാട്ട് സംതിങ് ഇസ് എന്നുള്ളത്. അപ്പം നമുക്ക് പറയാം, ദിസ് ഇസ് ദ സ്റ്റാച്യു ഓഫ് എ ഹാപ്പി മാൻ. ആർ യു ഓൾസോ ഹാപ്പി? ദിസ് ഇസ് എ ഹാപ്പി മാൻ. അപ്പൊ നോക്ക്, ദിസ് ഇസ് എ ഹാപ്പി മാൻ. And what someone is doing. For example, I am teaching English now. And what are you doing? You are learning English. See, I am teaching English and you are learning English. She is learning English. See? And we can also say where someone is. He is abroad. ഈ abroad എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ കൂടെ in abroad പറയരുത്. For example, you can say he is in Delhi, he is in Dubai, he is in the US. അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ he അല്ലെങ്കിൽ she is in abroad എന്ന് പറയത്തില്ല. കാരണം എന്താണ്? in
നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വി ആർ ടോക്കിംഗ് അബൌട്ട് എ കൺട്രി. അപ്പൊ ഒരു രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? ആ രാജ്യത്തിന് ബൗണ്ടറി ഉണ്ട്. അപ്പോ അതിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ ടിപ്പ് ഫോർ യു ടു കീപ് ഇൻ മൈൻഡ്. ബൗണ്ടറി ഉള്ള ഒരു സ്ഥലത്തിന്റെ ഉള്ളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഇൻ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശം എന്നേ അർത്ഥമുള്ളൂ. അത് ഏത് രാജ്യം എന്നില്ല, അതിനൊരു ബൗണ്ടറി ഇല്ല. ഐ മീൻ ഇന്ത്യക്ക് പുറത്തെ ഏത് സ്ഥലവും എബ്രോഡ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. Now you can say there is water in this glass. ഓക്കെ, അപ്പം ഇൻ ദിസ് ഗ്ലാസ്, അപ്പൊ അതും ബൗണ്ടറി ഉള്ള ഒരു ചെറിയ സ്ഥലമാണ് ഈ ഗ്ലാസ് എന്ന് പറയുന്നത്. ദ മണി ഇസ് ഇൻ മൈ പേഴ്സ്. മണി ഇസ് ഇൻ മൈ പേഴ്സ്. കാരണം എന്താണ്? പേഴ്സിന് ഒരു ബൗണ്ടറി ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പൊ മണിയൊന്നുമില്ല, ഒരു ബൗണ്ടറി ഉണ്ട്, നമുക്ക് അതിനകത്ത് വെക്കാം അല്ലെ. പേഴ്സിന്റെ ബൗണ്ടറി എന്ന് പറയുന്നതാണ് ഈ കാണുന്ന ബൗണ്ടറി. സോ ബൗണ്ടറി ഉണ്ടെങ്കിൽ വി സേ ഇൻ. സോ that's again another different lesson altogether. In, on, at, between, above, below എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞ് അതിന്റെ ആ ചെറിയ ചെറിയ വാക്കുകളുടെ യൂസേജ് പഠിക്കുന്ന സമയത്ത് we will learn that separately. Now we can also use these words to say how someone is feeling. I am very happy. You are happy. My parents are happy. My friend is sad. My neighbor is a bit depressed. അല്ലേ, അത് നമ്മൾ നോക്കുന്നത്. സോ നമ്മളെ ആ ഒരു കംപ്ലീറ്റ് ആൻഡ് മീനിങ് ഫുൾ സെന്റൻസ് ആക്കുക. ആൻഡ് ഇസും ആമും ആറും ടൈം ഇൻഡിക്കേഷൻ പ്രസന്റ് ടൈമിനെയാണ്, നമ്മളെ വർത്തമാന കാലത്തിനെയാണ് ശരിക്കും ഈ മൂന്ന് വാക്കുകളും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ഹെൽപ്പിംഗ് വേർബ്സ് എന്ന് പറയും, ഓക്സിലറി വേർബ്സ് എന്ന് പറയും. എന്നാൽ ചില സിറ്റുവേഷനിൽ ദീസ് ആർ ദി ആക്ച്വൽ വേർബ്സ് എന്നുള്ളത്. Now let us see when we will use these words like ism, amum, arum എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. Now look at this. Look at these sentences first. I am a teacher. He is my friend. She is a doctor. We are neighbors. They are students. അപ്പോ എങ്ങനെയാണ്? What have we done here? We have used these words to say what something or someone is. അതാണ് ഇവിടെ എല്ലാം പറയുന്നത്. I am a teacher. ഞാനൊരു ടീച്ചർ ആകുന്നു. He is my friend. അവൻ എന്റെ സുഹൃത്താകുന്നു. She is a doctor. അവർ ഒരു ഡോക്ടർ ആകുന്നു. We are neighbors. ഞങ്ങൾ അയൽക്കാരാകുന്നു. They are students. അവര് വിദ്യാർത്ഥികളാകുന്നു. So you are simply saying who is who and what is what. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ, നമുക്കത് കൃത്യമായിട്ട് പറയാൻ കഴിയുക എന്നുള്ളത്. നേരെ മറിച്ച് ഐ ആം എ ടീച്ചർ എന്ന് പറയുന്നതിന് പകരം ഞാനതിന്റെ പാസ്റ്റ് ടെൻസ് എടുത്തിട്ട് ഐ വാസ് എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ അർത്ഥം മാറി. അതായത് ഞാനൊരു ടീച്ചർ ആയിരുന്നു എന്നാൽ ഇപ്പൊ ഞാൻ ടീച്ചർ അല്ല എന്ന് പറയാതെ പറയുന്ന ഒരു ഇംപ്ലൈഡ് മീനിങ്ങും കൂടെ അതിന് വരുന്നുണ്ട് when you use it, when you use the past tense there. Now അവിടെയും കഴിഞ്ഞില്ല ഇതിന്റെ ഉപയോഗം. We will also use these words to say what someone is doing now. ഇപ്പോ അവരെന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ is, am, are യൂസ് ചെയ്യും. I am eating dinner. I'm having dinner എന്നും പറയാം. I'm eating dinner. He is watching TV. She is reading a book. They are playing outside. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇസും ആമും ആറും these work as helping words here. അത് ഹെൽപ്പ് ചെയ്യുന്ന എന്തിനെയാണ്? ഒരു ടൈം ഇൻഡിക്കേഷൻ കൊണ്ടുവരാനായിട്ട്. ഇത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് am eating, is watching, is reading, are learning, are playing. ഈ എ ആർ ഇ ആർ എന്ന് പറയണ്ട, ആ എന്ന് പറഞ്ഞാൽ മതി. എ ആർ ഇ ദേ ആർ പ്ലേയിങ് അങ്ങനെ നമ്മൾ പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കോളും എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇനി മറ്റൊരു ഉപയോഗവും കൂടെ ഇതിനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇസും ആമും ആറും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വി യൂസ് ഫോർ തിങ്സ് വി കാൻ ടച്ച്. ഫീലിങ്സ്, ക്യാൻ വി ടച്ച് ആർ ഫീലിങ്സ്? ഐ എം ഹാപ്പി. ഹി ഈസ് ടയേർഡ്. അപ്പൊ ഇതൊക്കെ ഫീലിങ്സ് ആണ്. ഒരു വ്യക്തിയുടെ ആ വ്യക്തിക്ക് അന്നേരം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഹാപ്പിനെസ്,
ടയർഡ്നെസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെയൊന്നും നമുക്ക് തൊടാനോ നമുക്ക് പിടിക്കാനോ ഒന്നും സാധിക്കും. ഓക്കെ, റിലേഷൻഷിപ്സ് അതിനെ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ദിസ് ഇസ് എ പെൻ എന്ന് പറഞ്ഞാൽ ആ പെൻ എനിക്ക് തൊടാം, അല്ലേ, എനിക്കതിനെ തൊടാം. ബട്ട് ഷീ ഈസ് മൈ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് ദറ്റ് യു ക്യാൻ ടച്ച്. യു ആർ ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. Now we are best friends. Okay, അതേപോലെ ഐഡിയാസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് honesty is important എന്നുള്ള ഒരു ഐഡിയ അവിടെ പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് an abstract thing, അല്ലെ? ദിസ് ഇസ് എ ഗുഡ് ഐഡിയ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിനെ ഒന്നും നമുക്ക് കാണാനോ തൊടാനോ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ സ്റ്റിൽ നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. Again we are using is, am and are for all these things also. ഓക്കെ, അപ്പോ കുറെ അധികം എക്സാമ്പിൾസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നോക്കാനായിട്ട് നിങ്ങളുടെ നോട്ട്സിലും ആ എക്സാമ്പിൾസ് അവിടെ ഉണ്ട്. ഓൾറൈറ്റ്, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈവൻ ഇഫ് യു കാൺ സീ ഓർ ടച്ച് സംതിങ് ദാറ്റ് യു ക്യാൻ സ്റ്റിൽ ഡിസ്ക്രൈബ് ഇറ്റ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, യു ആർ സെയിങ് ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം എ ഡോക്ടർ, or he or she is a teacher. You can't touch the teacher in her. Then maybe you can touch the person. യു, വി, ദേ, അതിന്റെ കൂടെ എപ്പോഴും ആർ ആണ് വരുന്നത്. റിലേഷൻഷിപ്സ് പറയാനോ ഒക്കെ ആയിട്ട് എപ്പോഴും ഐയുടെ കൂടെ നമ്മൾ ആം യൂസ് ചെയ്യും. ഹീന്റെയും ഷീന്റെയും കൂടെ ഇസ് യൂസ് ചെയ്യും. നമ്മളെ മനസ്സിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാനാണെങ്കിലും വി വിൽ യൂസ് ദാറ്റ് എന്നുള്ളത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു റൂൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത്. ആം ഇസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് ഐ. ഈ ഇസ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് ഹി, ഷീ ഓർ ഇറ്റ്. ഇനി ഈ ഇറ്റിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇറ്റ് ഉപയോഗിക്കത്തില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളിപ്പോ പറയുന്നത് രാജു എന്റെ സഹോദരനാണ്, അവൻ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. ഇംഗ്ലീഷിൽ വരുമ്പോഴത്തേക്ക് വി വിൽ സേ രാജു ഇസ് മൈ ബ്രദർ, ഹി ലിവ്സ് ഇൻ ട്രിവാൻഡ്രം. അപ്പൊ എല്ലാ സെന്റൻസിലും രാജു 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 എന്ന് പറഞ്ഞു പോകത്തില്ല. അതിന് പകരം വി യൂസ് ഹി. ഓക്കെ, അതേപോലെ സിസ്റ്റർ ആണെങ്കിൽ വി യൂസ് ഷീ, അല്ല ഒരു പെണ്ണാണെങ്കിൽ വി യൂസ് ഷീ. ഇനി ഇറ്റ് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക്, സാധനങ്ങള്, നമ്മുടെ ഹാപ്പി മാൻ, നമ്മുടെ പേന, നമ്മുടെ പേഴ്സ്, അതിനെ കുറിച്ചൊക്കെ പറയാം. അല്ലെങ്കിൽ മൃഗങ്ങളെ കുറിച്ച് പറയുന്നതിന് നമുക്ക് ഇറ്റ് ഉപയോഗിക്കാം. ഐ ഹാവ് എ ഡോഗ്, ഇറ്റ് ഈസ് എ ഹ്യൂജ് ഡോഗ്, ഇറ്റ് ഈസ് എ ഫ്രണ്ട്ലി ഡോഗ്. അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. ബട്ട് നോട്ട് അബൌട്ട് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ ഇതെന്തിനാ ഇത് ഒരു ഡിഫറൻസിയേഷനിലൂടെ കൊണ്ടുവരുന്നത്? ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് റെസ്പെക്ട് എന്നുള്ളത്. മനുഷ്യന് ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നത്. ഒരു മൃതദേഹത്തിനെ പോലും ഇറ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമ്മൾ ഈ ആർ എന്ന വാക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇസ് വിത്ത് യു, വി, ദേ. Now these are plural, we understand that, അല്ലേ? അപ്പൊ അതിന്റെ മാച്ചിങ് ആയിട്ട് വരുന്ന plural auxiliary verb ആണ് the word are. Right. Now these are some examples. Okay, the examples now I'm sure you guys know about these examples and I don't have to talk a lot about. See, നമ്മൾ ഏജും സൈസും ഒക്കെ പറയാനായിട്ട് ഉപയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. I am 25 years old. He is 10. He is 10 എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ അതിന്റെ അർത്ഥം he is 10 years old എന്നാണ്. Okay, this is a big table. That bag is small. My son is 4 years old. ഇനി my son is 4 എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നാലും അതിന്റെ അർത്ഥം my son is 4 years old എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഹൗ ഓൾഡ്, അല്ലെങ്കിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Then talking about family and about relations. So she is my mother, he is my uncle, they are my cousins. ഇനി ഈ കസിൻസിന്റെ കാര്യം പറയുമ്പോഴും നമ്മള് ഇന്ത്യയില് we are very much used in saying she is my cousin sister, I have 4 cousin brothers. പക്ഷെ ആക്ച്വലി ഇംഗ്ലീഷില് കസിൻസ് എന്ന വേർഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് ജെൻഡർ ന്യൂട്രൽ. കസിൻസ് എന്ന വേർഡ് അല്ലെ കസിൻ എന്ന വേർഡ്. അപ്പൊ കസിന്റെ കൂടെ ഒരു ജെൻഡർ വരുന്നില്ല. ബട്ട് നമ്മുടെ കൾച്ചറില് നമുക്ക് ആ ഒരു ജെൻഡർ അസോസിയേറ്റ് ചെയ്ത് പറയാനാണ് താല്പര്യം. ദാറ്റ്സ് വൈ വി സേ കസിൻ സിസ്റ്റർ ആൻഡ് കസിൻ ബ്രദർ. Now there is no harm in doing that. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. When you hear a person from an English background speaking, നിങ്ങൾ കേൾക്കാൻ പോകുന്നത് I have 4 cousins എന്ന് മാത്രമായിരിക്കും അവർ പറയുന്നത്. അത് കഴിഞ്ഞ് അവർ പറയുന്ന രീതിയിൽ നിന്ന്, അല്ലെ അത് കഴിഞ്ഞു വരുന്ന സെന്റൻസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് എത്ര പേര് ബ്രദേഴ്സ് ആണ്, എത്ര പേര് സിസ്റ്റേഴ്സ് ആണ് എന്നോ.
Okay. Now, I am her daughter is another sentence here. So, we use is, am, and are to talk about people in our family, in our community, in our neighborhood. അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യും. Alright. Now, this is your practice. ഇന്നത്തെ സ്പീക്കിംഗ് പ്രാക്ടീസിന്റെ ടാസ്ക് ഇതാണ്. Complete this task and post it in your study group. I will review this and give you feedback. അപ്പോൾ say 3 sentences using I am. Example, I am a student, I am 30, I am from Kozhikode. ഇത് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലെ ഇരിക്കുന്നു അല്ലേ? ബട്ട് then again സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് നമ്മൾ പഠിച്ചതിന്റെ ഉദ്ദേശം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഇതേ സെന്റൻസസ് തന്നെ നോക്കുന്നത് നമ്മൾ ഈ ആം എന്ന വാക്കിന്റെ ഉപയോഗം പഠിക്കാനാണ്. ഓക്കെ, അപ്പോ മറ്റൊരു ഉപയോഗം ഈ ഇസും ആമിനും ഒക്കെ നമുക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഉപയോഗിക്കാം എന്നുള്ളതാണ്. Now, say 3 sentences using he or she and isum കൂടെ ചേർത്തിട്ട്, അതേപോലെ 3 sentences using they, we, you and അതിന്റെ ഒപ്പം ആറും കൂടെ വരണം. അപ്പോ 3, 6 and 9 sentences in total you should make minimum. പക്ഷെ അതിൽ കൂടുതൽ സെന്റൻസസ് ഉണ്ടാക്കിയാൽ അത്രയും നല്ലത്. The more you do, the better you learn എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. സോ നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റ് ഞാൻ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ ഗ്രൂപ്പിൽ കിട്ടുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അല്ലെങ്കിൽ ഈ വർക്ക്ഷീറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പം ഏറ്റവും നല്ലത് ഈ ഒരു വർക്ക്ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അതൊന്ന് പ്രിന്റ് ചെയ്ത് ആ വീഡിയോ കാണുന്ന സമയത്ത് ആ വർക്ക്ഷീറ്റും ഒരു പെൻസിലും കൂടെ വെച്ചിട്ട് അതിന്റെ സൈഡിൽ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി പോകാം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുള്ളത് എന്താ പറയേണ്ടത് സ്റ്റഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. Alright, so that brings us to the end of day 5 and thank you very much for watching this lesson and you have a great day. Thank you.